നമസ്കാരം. പോർച്ചുഗൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന റൊണാൾഡോയ്ക്ക് വേണ്ടി റൊണാൾഡോ കപ്പെടുക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കുന്ന പോർച്ചുഗൽ ഗ്രൂപ്പ് കെയിലാണുള്ളത്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് മുന്നിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മഹാത്ഭുതം 6ാമത്തെ വേൾഡ് കപ്പ് കളിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ഉറ്റുനോക്കുകയാണ് മെസ്സി റൊണാൾഡോ ഫൈറ്റിൽ. അപ്പോൾ റൊണാൾഡോയ്ക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള അവസാനത്തെ അവസരമായിട്ടാണ്. 41 വയസ്സായി എങ്കിലും തീപാർന്ന പെർഫോമൻസാണ് സൗദി ലീഗിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിന് പുറത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗലിന് വേണ്ടി ഈ സീസണിലും വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ടോപ്പ് സ്കോററാണ്. 5 ഗോൾ നേടിയിട്ട് ഈ നിർണായകമായ വേൾഡ് കപ്പിൽ എങ്ങനെയായിരിക്കും പോർച്ചുഗൽ കളിക്കുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. പോർച്ചുഗലിന് ഈ പറയുന്ന പോലെ ബ്രസീലിനെ പോലെയോ അല്ലെങ്കിൽ ജർമ്മനിയെ പോലെയോ അല്ലെങ്കിൽ അർജൻറ്റീനയെ പോലെയോ വലിയ ചരിത്രമൊന്നും ഈ പറയുന്ന വേൾഡ് കപ്പിൽ പറയാനില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. 9 തവണ മാത്രമാണ് അവർ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് സെമി ഫൈനലാണ്. അതും ആദ്യത്തെ പെർഫോമൻസിൽ 1966 യൂസബിയോ എന്ന് പറയുന്ന കിടിലൻ പ്ലെയറിൻ്റെ പെർഫോമൻസിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു ടീമാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത്. അപ്പോൾ പോർച്ചുഗൽ കഴിഞ്ഞ തവണ നമുക്കറിയാം മൊറോക്കോയോട് തോറ്റ് വളരെ സങ്കടകരമായൊരവസ്ഥയിലാണ് പുറത്തായത്. ഈ വർഷം ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു ടീം വളരെ ശക്തമായ ഒരു ടീമാണ് പേപ്പറിൽ. എങ്കിൽ പോലും അവർ നിങ്ങൾക്കറിയാമല്ലോ, അയർലൻഡിനെതിരെ 2-0 തോറ്റു. പിന്നെ ഹംഗറി അവർക്കെതിരെ 2 ഗോൾ അടിച്ചു, 2-2 സമനിലയിൽ പിടിച്ചു. അങ്ങനെ ഒരു റെക്കോർഡായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരുടെ ശക്തി എന്താണ്, ദൗർബല്യം എന്താണെന്ന് നമുക്ക് നോക്കാം. പോർച്ചുഗൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണ് വേൾഡ് റാങ്കിങ്ങിലുള്ളത്. പഴയതുപോലെ പോർച്ചുഗലിന് ഒരു പ്ലെയറിൻ്റെയോ 2 പ്ലെയറിൻ്റെയോ ഒരു ബലത്തിലല്ല ഇപ്പോൾ കളിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരുടെ മിഡ്ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അതിന് ലീഡ് ചെയ്യുന്നത്. PSG വിറ്റീഞ്ഞ, ജാവോ നെവസ് എന്നിവരുണ്ട്. റൂബൻ നെവസ് ഉണ്ട്, അതുപോലെ തന്നെ പെഡ്രോ ഉണ്ട്, റാഫേൽ ലിയാവോ ഉണ്ട്, കൻസയാവോ ഉണ്ട്. അങ്ങനെ അടിപൊളി ഒരു അറ്റാക്കിംഗ് നിരയുണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ റൂബൻ ഡയസ്, അതുപോലെ ന്യൂനോ മെൻഡസ്, സെമേദോ എന്നിവർ അടങ്ങിയ കിടിലൻ ടീമായിരിക്കും. അടിപൊളി ടീമാണുള്ളത്. ഇതിൽ അവരുടെ പ്രശ്നം എന്ന് പറയാനായിട്ടുള്ളത് അവർ ഗോൾ അടിക്കുന്നതിലുള്ള കുറവാണ് ശരിക്കും പറഞ്ഞാൽ നോക്കുന്നത്. 70% എപ്പോഴും അവരുടെ പൊസിഷൻ ഉണ്ടായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 2014 മുതൽ 2022 വരെ ഉണ്ടായിരുന്ന സമയത്ത് ഫെർണാണ്ടോ സാന്റോസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡിഫെൻസിലൂന്നിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ പൊസിഷൻ വെച്ചിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈലാണുള്ളത്. പ്രസ് ചെയ്താലും ആ പ്രസ്സിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുള്ള മിഡ്ഫീൽഡേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പോർച്ചുഗലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ സ്ക്വാഡ് ഭയങ്കര ഡീപ്പാണ്. സ്ക്വാഡ് ഒരു പ്ലെയർ ഇഞ്ചുറി ആയാലോ അല്ലെങ്കിൽ 2 പ്ലെയർ ഇഞ്ചുറി ആയാലോ അവർക്ക് ആ പെർഫോമൻസിൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ റൊണാൾഡോ എന്ന് പറയുന്നൊരു സ്ട്രെങ്ത് ആ ബോക്സിനകത്ത് ഉള്ളപ്പോഴത്തേക്ക് ഏത് സമയത്തും ബോൾ കൊടുക്കാൻ കഴിവുള്ള 4-5 പ്ലെയേഴ്സ് അതിന് എറൗണ്ട് ഉള്ളപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഗോളടിക്കാം. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ മിഡ്ഫീൽഡിലെ സ്ട്രെങ്ത് അറ്റാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് അവർ ഷൂട്ടിലായാലും അല്ലെങ്കിൽ ഫിനിഷിലായാലും ക്രിയേറ്റീവായിട്ടുള്ള പ്ലെയേഴ്സ് ഉള്ള ഒരു സ്ട്രെങ്താണ് ഇപ്പോൾ ഉള്ളത്. ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞൊരു ക്രിയേറ്റീവ് പ്ലെയറിൻ്റെ മേലായിരിക്കും കൂടുതൽ എല്ലാവരുടെയും കണ്ണ്. പോർച്ചുഗലിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് റൊണാൾഡോ ആണെങ്കിൽ പോലും ഫെർണാണ്ടസിൻ്റെ പെർഫോമൻസിനനുസരിച്ചിരിക്കും ഈ വർഷത്തെ പോർച്ചുഗലിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിന് കാരണം പറയാം. ശരിക്കും പറഞ്ഞാൽ 33 മത്സരങ്ങളിൽ 8 ഗോളും 19 അസിസ്റ്റുമായിട്ടാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം വിറ്റീഞ്ഞ കൂടെ ചേരുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ 11 അസിസ്റ്റും 7 ഗോളുകളും നേരിട്ട് വിറ്റീഞ്ഞ 2 തവണ ഇപ്പോൾ PSG കൂടെ ഫൈനലിൽ കളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ജാവോ നെവസ് വിറ്റീഞ്ഞയും കൂടി ചേർന്നിട്ടാണ് PSG മിഡ്ഫീൽഡിലുള്ള കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 പ്ലെയേഴ്സായിരിക്കും ഏറ്റവും മെയിനായിട്ട് അവരുടെ നീക്കങ്ങൾ കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 8.3% മാത്രമാണ് പ്രോബബിലിറ്റി ഉള്ളത് കപ്പ് അടിക്കും എന്നുള്ളത്. ക്വാർട്ടർ ഫൈനലിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് കാണുന്നത്. ക്വാർട്ടർ ഫൈനലിൽ
ഞാനിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കണ്ടത് അർജൻറ്റീനയ്ക്കെതിരെ മത്സരം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അർജൻറ്റീനയെ തോൽപ്പിക്കാനും സാധ്യതയുള്ളൊരു ടീമാണ്. അതേപോലെ തന്നെ ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് എന്നീ ടീമുകൾക്ക് താഴെയായിരിക്കും ഈ പോർച്ചുഗലിൻ്റെ ഒരു സാധ്യത കണക്കാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 12 മത്സരങ്ങളിൽ നിന്ന് 13 ഗോൾസ് കൺസീഡ് ചെയ്തൊരു ടീമാണ്. ആ ഗോൾ കൺസീഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തലവേദന തന്നെയാണ്. അതുകൊണ്ട് അയർലൻഡ്, ഹംഗറി തുടങ്ങിയ ടീമുകൾക്കെതിരെ അർമേനിയക്കെതിരെയും ഗോൾ കൺസീഡ് ചെയ്തിരുന്നു. അതുപോലെ മെക്സിക്കോയ്ക്കെതിരെ ഗോൾ അടിച്ചില്ല, 0-0 സമനിലയായിരുന്നു ഫ്രണ്ട്ലി മാച്ചിൽ. അതേ മെക്സിക്കോയെ കൊളംബിയ 4-0 തോൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ. ഈ കൊളംബിയ ആണ് 3ാമത്തെ മത്സരത്തിൽ വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൽ പോർച്ചുഗലിനെതിരെ കളിക്കുന്നത്. പിന്നെയുള്ള 2 ടീമെന്ന് പറയുന്നത് ഒന്ന് കോങ്കോയും രണ്ടാമത്തെ ഉസ്ബെക്കിസ്ഥാനും. അവർ രണ്ടുപേരും തോൽപ്പിച്ചാലും കൊളംബിയക്കെതിരെയുള്ള മത്സരം എങ്ങനെ കളിക്കുന്നു എന്നനുസരിച്ചിരിക്കും മുമ്പോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അവർ റൗണ്ട് ഓഫ് 32 ചിലപ്പോൾ ഖാനയാകാൻ സാധ്യതയുണ്ട്. അവരുടെ ഓപ്പോണൻ്റ് എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് 16 കാനഡ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ക്വാർട്ടർ ഫൈനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജൻറ്റീന ആകാൻ സാധ്യതയുണ്ട്. അർജൻറ്റീനയെ തോൽപ്പിച്ചാൽ അവർ ചിലപ്പോൾ വരുന്നത് ബ്രസീലിനെതിരെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെയോ ആയിരിക്കും. അവരെയൊക്കെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർ കപ്പടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വളരെ വളരെ ടഫായിരിക്കും റൊണാൾഡോയുടെയും പോർച്ചുഗലിൻ്റെയും യാത്ര എന്നുള്ളതാണ് ഇതിലെ ബേസ്. റീസെൻറ്റ് കോമ്പറ്റീഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവർ നേഷൻസ് ലീഗ്, യുഎഫ നേഷൻസ് ലീഗ് വിൻ ചെയ്ത ടീമാണ്. അവർ ഫൈനലിൽ സ്പെയിനുമായിട്ട് 2-2 സമനില വന്നു. അവിടുന്ന് അവർ പെനാൽറ്റിയിൽ ജയിച്ചിരുന്നു. അതിന് മുമ്പ് നടന്ന യൂറോ കപ്പിൽ പക്ഷേ അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെതിരെ പുറത്തായി. 0-0 ആയിരുന്നു സ്കോർ, 3-5 പെനാൽറ്റിയിൽ. അതിന് മുമ്പ് നടന്ന മത്സരത്തിൽ സ്ലൊവേനിയക്കെതിരെ റൗണ്ട് ഓഫ് 16 0-0 അവിടെ ഗോൾ അടിച്ചില്ല. അവിടെ 3-0 പെനാൽറ്റിയിൽ വിൻ ചെയ്ത് കയറുമായിരുന്നു. അപ്പോൾ ഗോൾ അടിക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ മാത്രമേ പോർച്ചുഗൽ ജയിക്കാനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ. അതും ഈ വേൾഡ് കപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഗോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ് നോക്കിയാലും മനസ്സിലാവും, ലാ ലീഗ് നോക്കിയാലും മനസ്സിലാവും, ഏത് കോമ്പറ്റീഷനുള്ള റീസെൻറ്റ് കോമ്പറ്റീഷൻ എല്ലാം നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഗോൾ വരുന്നുണ്ട്. അപ്പോൾ ഗോള് കയറിയാൽ മാത്രമേ പോർച്ചുഗൽ വിൻ ചെയ്യുള്ളൂ, കപ്പടിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തുന്നത് ഇതാണ്, കപ്പടിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പോർച്ചുഗൽ. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ റൊണാൾഡോ കപ്പടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. നമുക്കിനി നമ്മൾ ആ സിനിമയിലൊക്കെ പറയുന്ന പോലെ കണ്ടറിയണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.